എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ CA പറയുന്നുണ്ട്, ഈ കേസ് അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കുകയും ചെയ്യും, ഇതിൻ്റെ പിന്നിലുള്ളവരെ എല്ലാം പുറത്ത് കൊണ്ടുവരികയും ചെയ്യും എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, സാർ അങ്ങനെ തന്നെ ചെയ്യണം. ഇതിൻ്റെ പിന്നിലുള്ളവരെ എല്ലാവരും പുറത്ത് കൊണ്ടുവരണം. എന്നിട്ട് എന്താ സംഭവിക്കുന്നത് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയുന്നു. അതുപോലെ ഒരു തെറ്റും ചെയ്യാത്ത നയനയെ ജയിലിൽ കിടത്തിയതിന്, സ്റ്റേഷനിൽ കൊണ്ടുപോയി സെല്ലിൽ കിടത്തിയതിന് ഉള്ള പ്രതിഫലം സാറിന് കിട്ടിയിരിക്കും എന്നും പറഞ്ഞിട്ടാണ് അവിടുന്ന് വിടുന്നത്. അങ്ങേര് കാണാം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് ഇറങ്ങി പോകുന്നു. അത് കഴിഞ്ഞ് നന്ദു ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഓഫീസിൽ ഡ്യൂട്ടി സമയമാണല്ലോ, ഓഫീസറോട് എല്ലാം പറഞ്ഞല്ലോ. നന്ദു ഇറങ്ങി ചെല്ലുമ്പം CA ചോദിക്കുന്നുണ്ട്, കോടതിയിൽ വന്നതിന് ശേഷം പ്രതിഭാഗത്തിൻ്റെ കൂടെ നിൽക്കുവാണോ ചെയ്യേണ്ടത്, ഞങ്ങളുടെ കൂടെ നിൽക്കുമല്ലായിരുന്നോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, അത് പ്രതിയല്ല, അവർ പ്രതിയല്ല എന്ന് കോടതി തെളിയിച്ചതാണ്. പിന്നെ അവർ വെറും പ്രതികൾ മാത്രമല്ല, എൻ്റെ ചേച്ചി കൂടിയാണ്. അവർ തെറ്റ് ചെയ്യില്ല എന്ന് ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ നിന്നത്. ഏതായാലും കോടതിയിൽ അത് തെളിഞ്ഞല്ലോ സാർ എന്ന് പറയുക. അന്നേരം CA പറയുന്നുണ്ട്, അതെ, നീ ഇനിയുള്ള കാലങ്ങളിൽ എൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യേണ്ടത്, അത് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്കെങ്കിൽ കുറച്ച് വിഷമിക്കും എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അത് സാരമില്ല, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന്. അങ്ങനെ അവരങ്ങ് പോകുന്നു. പിന്നെ ആദർശ് നവീൻ ഒരു കൺഗ്രാജുലേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷത്തോടെ അവരവിടുന്ന് പിരിയുന്നു. അത് കഴിഞ്ഞ് CA സ്റ്റേഷനിൽ ചെന്ന് ആകെ വിഷമിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം അവിടുത്തെ ASI ഒരു ലെറ്ററുമായിട്ട് അങ്ങോട്ട് ചെല്ലുക. അന്നേരം അങ്ങേർക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക, അന്നേരം ആവശ്യമില്ലാത്ത കാര്യമായിട്ട് ഇങ്ങോട്ട് വരരുത് എന്ന്. അന്നേരം ASI പറയും, സാറേ ഇത് ആവശ്യമില്ലാത്ത കാര്യമല്ല, സാറിന് വേണ്ടിയുള്ള ഒരു ലെറ്ററാണ്, അത് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറയും. എനിക്കുള്ള ലെറ്ററോ എന്ന് ചോദിച്ചാൽ അത് കയ്യിലോട്ട് മേടിക്കുമ്പം SP സാറ് വിളിച്ചായിരുന്നു എന്ന് ASI പറയുന്നുണ്ട്. ഏതായാലും ലെറ്റർ പൊട്ടിച്ച് വായിച്ചു നോക്കുമ്പം അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് സസ്പെൻഷനാണ് എന്നാണ് CAക്ക്. അന്നേരം നല്ല ദേഷ്യം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ASI ചോദിക്കുവാണ്, സസ്പെൻഷനിലാണല്ലേ സാറേ, അതിന് കാരണമുണ്ട്, സാറിൻ്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് തെറ്റാണോ ചെയ്തതെന്ന് ചോദിക്കും. അന്നേരം ASI പറയുന്നുണ്ട്, സാറൊരു കാര്യം ഓർക്കണം, ഇന്നലെ ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് അനന്തപുരിയിലെ മരുമകളെയാണ്. അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതിയിൽ ഇന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്തു. ആ സ്ഥിതിക്ക് അവർ സാറിനെ വെറുതെ വിടുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കിട്ടിയത് എന്ന് പറയുമ്പം അങ്ങേര് പറയുന്നുണ്ട്, എനിക്ക് സസ്പെൻഷൻ അത്ര പുത്തിരിയൊന്നുമല്ല, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തന്നെ വരും, അന്നേരം ഞാൻ കാണിച്ചു തരാമെന്ന്. ആകെ ദേഷ്യത്തിലാണ് ആശാൻ. പിന്നെ കാണിക്കുന്നത് നവീനെയാണ്. നവീൻ വീട്ടിൽ വന്നിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുവാണ്. കേസിൻ്റെ വല്ലതും ആയിരിക്കാം. അപ്പോഴത്തേക്കും ഒരു ഫോൺ കോൾ വരുന്നു, ഒരു പെൺകുട്ടിയെ വിളിക്കുന്നത്. ആ പെൺകുട്ടിയുടെ അടുത്ത് നവ്യ ഇരിപ്പുണ്ട് കേട്ടോ. വിളിച്ചിട്ട്, സാറേ ഞാൻ തന്ന തെളിവുകളൊക്കെ വെച്ചല്ലേ ഇന്ന് നയനെ നിങ്ങൾ കോടതിയിൽ നിന്ന് ഇറക്കിയത് എന്ന് ചോദിക്കുമ്പം അതേ എന്ന് പറയുന്നു. അന്നേരം ആ പെൺകുട്ടി പറയുന്നുണ്ട്, എവിടെ വെച്ചാണ് നയനേച്ചിയുടെ വണ്ടിയിൽ സ്വർണം വെച്ചത് എന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നതുകൊണ്ടല്ലേ നവീന് അവിടെ പോയി അത് കണ്ടുപിടിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നയനേച്ചിയെ കോടതി നിരുപാധികം വിട്ടയച്ചു. അത് തന്നെയായിരുന്നു എൻ്റെ ആവശ്യവും. നയനേച്ചിയെ ഒരിക്കലും കോടതി ശിക്ഷിക്കരുത്, സത്യം എന്താണെന്ന് എല്ലാവരും അറിയണം, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് പറയുമ്പം കുട്ടിയുടെ പേരെന്താവെന്ന് പറയാവോ എന്ന് ചോദിക്കും. അന്നേരം അതൊന്നും പറയാൻ സമയമായിട്ടില്ല. ഏതായാലും ഇനിയും ഇതുപോലുള്ള സഹായങ്ങൾ നവീൻ സാറിന് കിട്ടിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ട് ഞാൻ ഒന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, ഞാൻ സ്നേഹിക്കുന്നവരാരും ശിക്ഷിക്കപ്പെടരുത്, അവർ സങ്കടപ്പെടരുത്, അതിനുവേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നവീൻ പറയുന്നുണ്ട്, ഏതായാലും അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. എവിടെ നിന്നാണ് ഇതുപോലൊരു ഇൻഫർമേഷൻ കിട്ടിയത് എന്ന് ഞാൻ SI നന്ദനോട് പോലും പറഞ്ഞിട്ടില്ല, കോടതിയിൽ പോലും പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി അന്വേഷിച്ച് കണ്ടെത്തി എന്നാണ് എന്ന് നവീൻ പറയുമ്പം അത് സാരമില്ല, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അതിൻ്റെ ക്രെഡിറ്റ് നവീൻ സാറും SIയും കൂടെ പങ്കിട്ടെടുത്തു. ഏതായാലും ഇനിയും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞിട്ട് ഫോം വയ്ക്കുന്നു. ഫോം വെച്ച് കഴിയുമ്പം ആ പെൺകുട്ടിയുടെ അടുത്ത് നവ്യ ഇരിപ്പുണ്ട്. നവ്യ ഭയങ്കര സന്തോഷത്തോടെ കൈയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നവ്യ പറഞ്ഞനുസരിച്ചാണ് തെളിവുകളെല്ലാം നവീനിലേക്ക് എത്തിയത്. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു സ്റ്റേഷനിലേക്ക് എത്തുമ്പം അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നുണ്ട് CAക്ക് സസ്പെൻഷൻ കിട്ടിയ കാര്യം. അന്നേരം നന്ദു പറയുന്നുണ്ട്, എൻ്റെ ചേച്ചി നിരപരാധിയാണ് എന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ ആരുടെ കയ്യിൽ നിന്നോ കാശ് മേടിച്ചിട്ടാണ് CA ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. ഇന്നലെ ഇവിടെ കിടന്ന് എന്നെ പ്രകടനമായിരുന്നു, അനന്തപുരിയിലെ മരുമകളെയാണ് അങ്ങേര് തൊട്ടത്, അപ്പോൾ പിന്നെ അവിടെയുള്ളവർ വെറുതെ ഇരിക്കും എന്ന് കരുതാൻ പറ്റുമോ? ഏതായാലും നല്ല കാര്യം, ഞാനൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് നന്ദു നേരെ CAയുടെ റൂമിലോട്ട് ചെല്ലുന്നു. എന്നിട്ടൊരു സല്യൂട്ടൊക്കെ കൊടുത്തിട്ട് ചോദിക്കും, എന്താ സാറേ മുഖത്ത് ഒരു വിളർച്ച, എന്ത് പറ്റി? ഞാനിങ്ങോട്ട് കയറി വരുന്ന സമയത്ത് കോൺസ്റ്റബിൾ പറഞ്ഞു സാറിന് സസ്പെൻഷൻ കിട്ടിയെന്ന്, അതിൻ്റെ വിഷമത്തിലാണോ എന്ന് ചോദിക്കുമ്പം നീ ഒന്നും കൂടുതൽ കിടന്ന് നെഗളിക്കേണ്ടത്, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്, അന്നേരം ഇതിൻ്റെയൊക്കെ ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അതെ
സസ്പെൻഷനിലായ ഒരു പോലീസ് ഓഫീസറാണ് സാറ്. അതുകൊണ്ട് എന്നെ എടി പൊടി എന്നൊന്നും വിളിക്കേണ്ട. എനിക്കൊരു പേരുണ്ട്. ആ പേരങ്ങ് വിളിച്ചാൽ മതി. വീട്ടിൽ വിളിക്കുന്നവരെ പേരല്ല എന്നെ വിളിക്കേണ്ടതെന്ന് പറയുമ്പം നീ ഒന്നും കൂടുതൽ കടന്ന് കളിക്കണ്ട. ഇതൊന്നും എനിക്ക് പുത്തരിയല്ല. അതുകൊണ്ട് ചെയ്യാനുള്ളത് എനിക്ക് ഇനിയാണെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പം സാറ് കാര്യങ്ങൾ അറിഞ്ഞ് കളിക്കുന്നതാണ് നല്ലത്. മര്യാദയ്ക്ക് ജോലി ചെയ്യുന്നവർക്ക് ഈ നാട് നല്ലതാണ്. അല്ലെങ്കിൽ സസ്പെൻഷൻ മാത്രമല്ല ശരീരവും നോവും എന്ന് പറഞ്ഞ് നന്ദു അങ്ങോട്ടും വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങേർക്ക് അത് ഭയങ്കര ക്ഷീണമായി തോന്നി. ഭയങ്കര ദേഷ്യവും ഒക്കെ വന്നിങ്ങനെ വിറഞ്ഞു നിൽക്കുവാണ് അങ്ങേര്. പിന്നെ മുത്തശ്ശിയും കാണിക്കുന്നുണ്ട്. മുത്തശ്ശി ഭയങ്കര സന്തോഷത്തിലാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്ക് ഉന്നത ഉദ്യോഗസ്ഥരുമായി പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് പരിചയം ഉണ്ടായിട്ടും ഞാൻ നയനമോളെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നായിരുന്നല്ലോ തൻ്റെ പരാതി. നവീൻ ഏതായാലും കോടതിയിൽ നിന്ന് മോളെ രക്ഷിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ആ CIയുടെ കാര്യം, അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞല്ലോ. ഇപ്പം അയാൾക്ക് സസ്പെൻഷനാണ്. ഏതായാലും അയാൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അയാൾ ആരെയാണ് തൊട്ടത് എന്ന് അയാൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകും. അതിനു വേണ്ടിയുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. ഏതായാലും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാൾ ഒന്നുകൂടി ചിന്തിക്കും. അതിനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറയും. അന്നേരം മുത്തശ്ശി പറയുക, എന്തൊക്കെ പറഞ്ഞാലും ഒരു ദിവസം സെല്ലിൽ കിടക്കേണ്ടി വന്നല്ലോ നമ്മുടെ മോൾക്ക് എന്ന്. ആകെ വിഷമമാണ്, പ്രഗ്നൻ്റ് അല്ലേ, അതുകൊണ്ട്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല. ഇപ്പം ആദർശിന് കുറച്ചുകൂടെ ദേഷ്യവും കുറച്ചുകൂടെ വാശിയും ഒക്കെ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തും. ഒരുപാട് കാലമൊന്നും ഇനി അവന് പുറത്ത് നിൽക്കേണ്ടി വരികയില്ല എന്നും മുത്തശ്ശൻ പറയുന്നുണ്ട്. അതായത് ഇത്രയൊക്കെ കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് ഒരു ആശ്വാസം. പിന്നെ കാണിക്കുന്നത് ജലജയാണ്. ജലജ നയനെ ശിക്ഷിക്കും, നയന ജയിലിലേക്ക് പോകും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു ജലജയും അഭിയും. ഏതായാലും നയന രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ആകെ വിഷമം. രണ്ടുപേരോട് സങ്കടം പറയുവാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, അവൾ അങ്ങനെ കിടക്കുമ്പോൾ ഒന്ന് പോയി കാണണം എന്നൊക്കെ ഓർത്തതായിരുന്നു, എല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞ് രണ്ടുപേരോട് സങ്കടം പറയുന്നുണ്ട്. അതുപോലെ ഇതിന് പിന്നിൽ കളിച്ചത് നീയാണോ എന്ന് ഇവിടെയുള്ള ചിലർക്ക് സംശയമുണ്ട്. നീ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ അമ്മയാണ് സത്യം, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ജലജയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുക. അന്നേരം കൈ അങ്ങ് തട്ടി മാറ്റിയിട്ട്, അതെ ഇതുപോലുള്ള സത്യമൊക്കെ നിൻ്റെ ഭാര്യയുടെ തലയിൽ തൊട്ട് നീ ചെയ്തോണം, എൻ്റെ തലയിൽ തൊടാൻ വരണ്ട എന്ന് പറയുന്നു. എന്നിട്ട് വിശപ്പൊക്കെ പോയി ഇനിയിപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, ആകെ നിരാശയിലാണ് എന്ന് പറഞ്ഞിട്ട് ജലജ അങ്ങ് പോകുമ്പം നയനെ രക്ഷപ്പെട്ടതിൻ്റെ സകല സങ്കടവും അഭിയുടെ മുഖത്ത് വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആദർശം നയനയും കൂടെ വീട്ടിലോട്ട് വരുന്നതാണ്. ഈ സമയം ദാമോയേട്ടനും അവരും ഭയങ്കര വിഷമത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. നയന വരുന്നതും നോക്കി, ഇങ്ങനെ ഒന്നാമത്തെ പ്രഗ്നൻ്റ് ആണ്, ഈ സമയത്ത് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഏതായാലും ആദർശം നയനയും വന്ന് കഴിയുമ്പോൾ അവർക്കൊരു ആശ്വാസം. നയനോട് പോയി റെസ്റ്റ് എടുക്കാൻ പറയുന്നു. നയന അകത്തേക്ക് കയറി വന്ന് കഴിയുമ്പോഴേക്കും അത്രയോ നേരം സങ്കടം കടിച്ചു പിടിച്ച് തന്നല്ലേ, അതുകൊണ്ട് ആദർശേട്ട എന്ന് പറഞ്ഞ് ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുന്നു. ആദർശേട്ടനെ ആശ്വസിപ്പിച്ച് നിൽക്കിയ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. നയന അവിടെ പോലീസ് സ്റ്റേഷനിലായിരുന്ന സമയം ഞാനിവിടെ ഇരുന്ന് ഉരുകുമായിരുന്നു എന്ന് ആദർശ് പറയുമ്പം നയന പറയുന്നുണ്ട്, എനിക്കത് മനസ്സിലാകും, ആദർശേട്ടൻ സത്യം വിളിച്ചു പറയുമോ എന്ന് മാത്രമാണ് ഞാൻ പേടിച്ചത് എന്നൊക്കെ പറയുന്നു. ഏതായാലും ആ ഒരു സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് നയന ഒന്ന് കുളിച്ച് ഫ്രഷ് ആകാൻ വേണ്ടി അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു ഈ വിശേഷം അനിയെ വിളിച്ച് പറയുന്നു. എനിക്കും ഭയങ്കര സന്തോഷം. പിന്നെ നവീൻ്റെ പ്രകടനം വളരെ ഗംഭീരമായിരുന്നു. നവീൻ ഉള്ളത് കൊണ്ടാണ് ഈ കേസ് ജയിച്ചത്. നവീനേട്ടനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു ഇങ്ങനെ നവീനെ അങ്ങ് പുകഴ്ത്തി പറയുന്നത് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ അനി തിരിച്ചു ചോദിക്കുന്നുണ്ട്, നവീൻ തന്നെയല്ലല്ലോ തെളിവുകളൊന്നും ശേഖരിച്ചത്, നീയും കൂടി ഇല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ശരിയാണ്, പക്ഷേ അതിൻ്റേതായ രീതിയിൽ കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ നവീനേട്ടന് സാധിച്ചല്ലോ, അതുകൊണ്ട് നവീനേട്ടൻ പൊളിയാടാ എന്നൊക്കെ പറയുന്നു. ആശാൻ അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. ആയിക്കോട്ടെടി, ഏതായാലും നയനേച്ചി രക്ഷപ്പെട്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോം വയ്ക്കുവേ. അത് കഴിഞ്ഞ് അനി മനസ്സിൽ ഓർക്കുവാണ്, നവീൻ അവളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാനുള്ള ഓരോ അവസരങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ മനസ്സ് മാറുമൊന്നുമില്ല, എങ്കിലും ഒരു ടെൻഷൻ എന്നിങ്ങനെ അനി ഓർക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കനികയും ഗോവിന്ദനാണ്. അവർക്കും ഭയങ്കര സന്തോഷം. ഏതായാലും നവീനുള്ളത് കൊണ്ട് നയനെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നവ്യയുടെ കോള് വരുവാണ് ഗോവിന്ദന്. അന്നേരം അവൾ നില നമ്മളെ വിളിക്കുന്നത് എന്നിങ്ങനെ കനക പറയുന്നുണ്ട്. ഏതായാലും ഫോൺ എടുത്ത് കഴിയുമ്പോൾ നവ്യ ഇങ്ങനെ പറയുവാണ്, നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് എനിക്കറിയാം, ആ സന്തോഷം ശകലം ഒന്ന് തല്ലിക്കെടുത്താൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ നിനക്ക് എന്താ പറയാനുള്ളത് അതങ്ങ് പറ എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ അഭി AN ജ്വല്ലറിയിൽ മാനേജറായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയല്ലേ ഈ കളികളെല്ലാം കളിച്ചത്, ഉള്ള കള്ളത്തരമല്ല എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു കേൾപ്പിച്ചത്. എങ്കിൽ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞു, നാളെയാണ് അഭി അവിടെ മാനേജറായിട്ട് ചാർജ് എടുക്കാൻ പോകുന്നത്, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ നല്ല കാര്യമെന്ന് പറയും. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുമ്പോൾ സന്ദർഭത്തിൽ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാറുണ്ടല്ലോ, അച്ഛനും അമ്മയും ആ അഹങ്കാരിയും കൂടി, നാളെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏതായാലും ഞങ്ങൾ
വരാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൻ എവിടെ പോയാലും അവൻ രക്ഷപ്പെടില്ല. അവൻ ചെന്ന് കയറുന്നിടത്തും രക്ഷ ഉണ്ടാകുകയില്ല. അതൊരു സത്യമാണ്. അതുകൊണ്ട് നീ ഫോൺ വെച്ചിട്ട് പോ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ ഫോൺ വെക്കുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞ് ഈ കാര്യം കനകയോട് പറയുമ്പോൾ അവളെന്തിനാ അത് നമ്മളോട് പറയുന്നത്? അവളുടെ ഒരു കാര്യവും ഇനി നമുക്ക് അറിയണ്ട. അവളുടെ കാര്യം ഓർത്ത് ഇനി ടെൻഷൻ അടിക്കാൻ ഞാനില്ല എന്ന് കനകയും പറയുന്നുണ്ട്. ഗോവിന്ദനോട് കുറച്ചുകൂടെ പറയാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമാണെന്ന് തോന്നുന്നു. ഏതായാലും ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്ന നവ്യയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്.